നെക്സ്റ്റ് ചാപ്റ്റർ 14 സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ഇതില് പറയുന്നത് ഇപ്പോ ഒരു പോയിന്റ് പാസ് ചെയ്യണ 2 പോയിന്റ് തന്നിട്ടുണ്ടാവും. ഒരു ലൈൻ പാസ് ചെയ്യണ 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് ഗ്രാഫാണ് എക്സ് വൈ. ഇപ്പൊ ഒരു ലൈന് ഇങ്ങനെ പാസ് ചെയ്തു. ഈ ലൈൻ പാസ് ചെയ്തതിന് 2 പോയിന്റ് എന്ത് ചെയ്യാ, ഡിനോട്ട് ചെയ്യാ. 2 പോയിന്റ് എന്ത് ചെയ്യാ, കൊടുക്ക. 2 പോയിന്റ് കൊടുക്കുക. കണ്ടാ, ഇത് ഒരു പോയിന്റ്, ഇത് ഒരു പോയിന്റ്. അപ്പൊ ലൈൻ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് 2 പോയിന്റ് ഉണ്ടാവും. ആ 2 പോയിന്റിന് എക്സ് വൈ എന്ന് എന്ത് ചെയ്യാ, സൂചിപ്പിക്കുക. എക്സും വൈയും. പക്ഷെ എക്സിലെ വാല്യൂ, വൈയുടെ ഈ വാല്യൂ. കണ്ടാ, ഇങ്ങനെ ഈ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ 2 പോയിന്റ് ഉണ്ട്. കണ്ടാ, ഈ 2 പോയിന്റാണ് ഇവിടെ തന്നേക്കണ ഈ ക്വസ്റ്റ്യനിൽ. കണ്ടാ, 2 പോയിന്റ്. ഒരു ലൈൻ പാസ് ചെയ്യണ 2 പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ 2 പോയിന്റ് ബേസ് ചെയ്തിട്ട് ആ ലൈന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ് യൂസ് ചെയ്തിട്ട്, 2 പോയിന്റ് എക്സും വൈ 2 പോയിന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ 2 പോയിന്റ് തന്നിട്ട് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് ഗിവൺ 2 point of straight line, ഇക്വേഷൻ എന്ത് വരും? ഇക്വേഷൻ എങ്ങനെ വരിക? y മൈനസ് y1 ഈക്വൽ ടു y2 മൈനസ് y1 divided by x2 minus x1 into x minus x1. സ്ട്രെയിറ്റ് ലൈനില് 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഇക്വേഷൻ, ആ ലൈനിൽ ഇക്വേഷൻ എന്ത് ചെയ്യാ, രൂപീകരിക്കുക. അതിന് അങ്ങനെ വരികയാണെങ്കിൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അതിൽ 2 വാല്യൂ വന്നിട്ടുണ്ട്, 2ഉം 1ഉം. ഇത് എക്സും വൈയും ആണ്. ഇത് x1ഉം y1ഉം. പിന്നെ അടുത്തത് 7 3. ഇത് x2 y2. അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യാ, ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാ, കൊടുക്കാം. ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാ, ഈ വാല്യൂ കൊടുക്കാം. ഇവിടെ x1 എന്ന് പറഞ്ഞത് എന്താ, 2, y1 എന്ന് പറഞ്ഞത് 1, x2 എന്ന് പറഞ്ഞ 7, y2 എന്ന് പറഞ്ഞത് 3. അപ്പൊ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോ y മൈനസ് 1, y1 എന്ന് പറഞ്ഞത് ഇതാണ് 1 ഈക്വൽ ടു y2 എന്ന് പറഞ്ഞത് എന്താ 3 y2 മൈനസ് y1 എന്ന് പറഞ്ഞത് 1 കണ്ട, 1 മൈനസ് x2 7, x1 2 into x minus 2, x minus എന്താ 2, x minus x1 കേട്ടോ. x1 എന്ന് പറഞ്ഞത് എന്താ 2. ഇത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോ എങ്ങനെ വരും, y minus 1 equal to 2 minus 5 into x minus 2. ഈ 5നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 5നെ ഈ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 5 into y minus 1 equal to 2 into x minus 2. അപ്പോൾ 5y minus 5 equal to 2x minus 4. അപ്പോൾ 5y - 5 ഇത് ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് പോസിറ്റീവ് ആവും,
പോസിറ്റീവ് മൈനസും ആവും. അപ്പൊ ഇത് പോസിറ്റീവ് ആ 2x എന്ന് പറഞ്ഞാൽ എന്താ പോസിറ്റീവ് ആണ്. അപ്പൊ -2x ആവും. -4 എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ് ആവും. +4 ഓപ്പോസിറ്റ് ആവും. സമത്തിന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഇപ്പൊ -5ഉം +4ഉം ആണ്. അപ്പൊ വ്യത്യസ്ത ചിഹ്നം വരുമ്പോ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ 5-ന്ന് 4 പോയാൽ എത്രയാ? -1 വരും. അപ്പൊ 5y -1 -2x = 0. ഇത് 2x = 0. ഈ ഇക്വേഷൻ എന്ത് ചെയ്യാ? ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാ. ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എക്സ് എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതണം. എക്സ് എന്നുള്ളത് എന്ത് ചെയ്യണം? ഫസ്റ്റ് എഴുതണം. എക്സ് ഇത് ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇതിന്റെ സൈൻ എന്നുള്ളത് എന്താ? മൈനസ് ആ. അപ്പൊ പ്ലസ് ആവും. 2x 5y എന്ന് പറഞ്ഞത് എന്താ? പ്ലസ് ആണ് ഇവിടെ സൈൻ വരണം. അപ്പൊ ഇതെന്താവും? മൈനസ് ആവും. 2x - 5y. ഇത് -1 ആ. -1 ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ എന്താ? +1. ഇതാണ് ഇതിന്റെ ആൻസർ. ഈ രണ്ട് x1ഉം y1 x2 y2 2173 ഈ സ്ട്രേറ്റ് ലൈനിന്റെ 2 പോയിന്റ് ആണ്. ആ 2 പോയിന്റ് പാസ് ചെയ്യണമെങ്കിൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് എന്താ? ഇതാണ്. അങ്ങനെ 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ x1ഉം y1 x2 y2 തന്നിട്ട് ഇക്വേഷന്റെ ലൈൻ ഫോം ചെയ്യണമെങ്കിൽ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യാം. ഈ ഫോർമുല y - y1 = y2 - y1 / x2 - x1 × x - x1. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞത് ഇതില് സ്ട്രേറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഒരു പോയിന്റ് മാത്രം തന്നിട്ടുള്ളൂ. 3ഉം -4ഉം കണ്ടോ? ഒരു പോയിന്റ് മാത്രം തന്നിട്ട് x1ഉം y1ഉം മാത്രം തന്നിട്ടുള്ളൂ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ് 3 -4 ആൻഡ് perpendicular to the straight line -5x - 2y + k = 0. അതായത് സ്ട്രേറ്റ് ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രേറ്റ് ലൈനിന്റെ പോയിന്റ് ഒരെണ്ണം തന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 2 എണ്ണം തന്നിട്ടുള്ളൂ. ഇതിൽ ഒരെണ്ണം തന്നിട്ടുള്ളൂ. കണ്ട 3ഉം -4ഉം. പിന്നെ ആ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. കണ്ട -5x - 2y + k = 0. അപ്പൊ കെയുടെ വാല്യൂ ആണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. കെയുടെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഈ എക്സും വൈയും ആണ് തന്നേക്കണത്. എക്സ് എന്ന് പറഞ്ഞത് 3, വൈ എന്ന് പറഞ്ഞത് -4. ഈ വാല്യൂ ഇതിലേക്ക് കൊടുക്കണം. എന്നിട്ട് കെയുടെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. കൊടുക്കുമ്പോ എക്സ് വൈ എന്ന് പറഞ്ഞത് എക്സ് ഇതിൽ എത്രയാ? 3, വൈ എന്ന് പറഞ്ഞത് -4. ഇവിടെ ഇക്വേഷൻ തന്നിരിക്കണത് എത്രയാ? ഇക്വേഷൻ തന്നിരിക്കുന്നത് 5 - x - 2y + k = 0 എന്ന് തന്നിരിക്കണേ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. അപ്പൊ -5 × x 3 -2. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞത് -4 കണ്ട ഇൻറ്റു -4 + k = 0. -5 × 3 തന്നെ എത്രയോ? -50. അതായത് മൈനസും പ്ലസും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താല് ആൻസർ എന്താണോ അതിന് നെഗറ്റീവ് സൈൻ വരും. മൈനസ് ഇൻറ്റു പോസിറ്റീവ് സൈനുള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിന് സൈൻ വരും. മൈനസ് ഉള്ള സംഖ്യ വീണ്ടും
മൈനസ് ഉള്ള സംഖ്യയാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആൻസർ പോസിറ്റീവ് ആവും. പിന്നെ പോസിറ്റീവ് ഉള്ള സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആൻസർ പോസിറ്റീവ് തന്നെ വരും. പിന്നെ പോസിറ്റീവ് മൈനസുമുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആൻസർ മൈനസ് തന്നെ വരും. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ മൈനസ് ഉള്ള സംഖ്യ പോസിറ്റീവ് ഉള്ള സംഖ്യയാണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറിൽ എന്ത് വരും? മൈനസ് വരും. ഇവിടെ ഉണ്ടാവും മൈനസ് ആണ്. ഇവിടെ -2 -4 അപ്പൊ മൈനസ് ഉള്ള ഒരു സംഖ്യയും പിന്നെ വേറൊരു മൈനസ് ഉള്ള സംഖ്യയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? പ്ലസ് ആവും. എന്താ പ്ലസ്. അപ്പൊ ഇവിടെ -2 -4 അപ്പൊ ഒരേ സൈനാണ്. മൈനസും ഉള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്താവും? പ്ലസ് ആവും. +8 +k = 0. അപ്പൊ വ്യത്യസ്ത സൈനാണ്. -15 -15 +8 വ്യത്യസ്ത സൈൻ വന്നാൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സംഖ്യകൾക്ക് വ്യത്യസ്ത സൈൻ ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഇപ്പൊ 8 എന്ന് പറഞ്ഞ സംഖ്യക്ക് സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ആണ്. 15 എന്ന് പറയുന്ന സംഖ്യക്കുള്ള സൈൻ എന്താ? മൈനസ് ആണ്. അല്ലെ? അപ്പൊ വ്യത്യസ്ത സൈൻ വരുമ്പോ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. എന്നിട്ട് വലിയ സംഖ്യയുടെ സൈൻ എന്ത് ചെയ്യാം? ഇട്ട് കൊടുക്കാം. ഇപ്പൊ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 15. 15 ഇട്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ ആൻസർ വരും 7. അപ്പൊ 15ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പൊ -7 +k = 0. അപ്പൊ കെയുടെ വാല്യൂ എന്നുണ്ട് k = ഈക്വലിന് 7 ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ പോസിറ്റീവ് ആവും. k = 7. അപ്പൊ ഇത് 7 ആണ്. ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നേക്കണ ഇക്വേഷൻ എന്താ? 5 - 2y + k = 0 ആണ്. അപ്പൊ ശരിക്കുള്ള ഇക്വേഷനിലേക്ക് ഈ 7 എന്ത് ചെയ്യാ? ഈ 7 എന്ന് പറഞ്ഞത് എന്താ? കെയുടെ വാല്യൂ ആ. അപ്പൊ കെയുടെ വാല്യൂക്ക് 7 എന്ത് ചെയ്യാം? ആഡ് ചെയ്തിട്ട് പുതിയ ഇക്വേഷൻ എന്ത് ചെയ്യാ? കൊടുക്കാം. അപ്പൊ കറക്റ്റ് ഫോർമാറ്റുകൾക്ക് ഇക്വേഷൻ ആകുമ്പോ ഇത് ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. =0. അപ്പൊ ഇവിടെ മൈനസ് ആണ് വന്നേക്കണേ അല്ലെ? മൈനസ് ആകുമ്പോൾ ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇക്വേഷൻ എന്ത് ചെയ്യാ? ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈക്വലിന് ഇപ്പുറത്തേക്ക് ഇക്വേഷൻ കൊണ്ടുവരുമ്പോ മൈനസ് എന്താവും? പോസിറ്റീവ് ആവും. 5x പ്ലസ് എന്ത് ചെയ്യും? +2y k എന്താവും? -k -7. കെയുടെ വാല്യൂ എന്താ? 7 ആണ്. കെയുടെ വാല്യൂ 7. 5x + 2y - 7 = 0. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എന്താ? റെഡ്യൂസ് ദി ഇക്വേഷൻ 2x + 5y + 3 = 0 to the slope intercept form. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാല് തന്നേക്കണ ഇക്വേഷൻ എന്താണോ ഇക്വേഷനിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാല് നമുക്ക് തന്നേക്കണ സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാവും. 2x + 5 + 3 = 0 അങ്ങനെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനിലെ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനെയാണ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിലെ എക്സിന്റെയും വൈയുടെയും വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? 2x + 5y + 3 = 0. ഇന്റർസെപ്റ്റ് ഫോം എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ വൈയുടെ വാല്യൂ ആദ്യം എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. വൈയുടെ വാല്യൂ എന്ത് ചെയ്യണമെങ്കിൽ ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ മാത്രം എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുക്കുക. വൈയുടെ വാല്യൂ മാത്രം പുറത്തേക്ക് എടുക്കുമ്പോൾ 5y = ഇതിനെന്ത് ചെയ്യും?
ഇത് മാത്രം എടുത്തിട്ട് ഇതിനെ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരും. 5y മാത്രം ഇവിടെ നിർത്തും. 5y മാത്രം ഇവിടെ നിർത്തിയിട്ട് 2x പ്ലസ് 3 എന്ന് പറഞ്ഞത് എന്താ? ഇതും 3യും ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോ -2x ആവും. -2x -3. 2x plus 5y plus 3 equal to 0. അതിൽ ഇന്റർസെപ്റ്റ് ഫോം കാണെങ്കിൽ അതിന്റെ വൈയുടെ വാല്യൂ മാത്രം അവിടെ നിർത്താം. 5y എന്നുള്ള വാല്യൂ മാത്രം നിർത്തിയിട്ട് ഈക്വൽ നിട്ടിട്ട് ബാക്കിയുള്ള വാല്യൂ ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. 2x ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ -2x, 3 ഈക്വലിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ -3. അപ്പൊ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 5y ആ. 5y എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. 5y ഈ 5നെ എന്ത് ചെയ്യാ? ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഡിവിഷൻ ആവും. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താക്കാ? ഡിവിഷൻ ആകും. 5y ഇവിടെയും y വരും, ഇവിടെയും y വരും, 5 വരും. ഡിവിഷൻ ആകാം. ഈ വൈയുടെ വാല്യൂ 5 ആണ്. അതിന് എന്ത് ചെയ്യാം? നേരെ ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ എന്ത് ചെയ്യാം? ഡിവിഷൻ ചെയ്യാം. ഡിവിഷൻ ആവും. ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഡിവിഷൻ ആവും. ഡിവിഷൻ. ഈ 5y ഇങ്ങോട്ട് വരുമ്പോ എന്ത് ചെയ്യും? ഡിവിഷൻ ആവും. അപ്പൊ 5y ഈസ് ഈക്വൽ ടു എന്ന് വരും -2/. -2/5x -3/5 ഇങ്ങനെ വരും. ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഓഫ് ഇന്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ വൈയുടെ വാല്യൂ, ഈ വൈയുടെ വാല്യൂ എന്ത് ചെയ്യുക? മാത്രം നിർത്തിയിടുക. ഈ 5നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഇതിന് ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാവും? 2/5x -3/5.